ഞാൻ ഐശ്വര്യ. ദി ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് ഒളവണ്ണയിലെ ദ ക്യൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രീലക്ഷ്മിയാണ്. PCOD, PCOS, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ഡോക്ടർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. ട്രിവാൻഡ്രം ഹോമിയോ കോളേജിൽ നിന്നാണ് ഞാൻ BHMS ഗ്രാജുവേഷൻ 2016 ബാച്ച്. ഇന്ന് ഞാനിവിടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്ത്രീകൾക്ക് പൊതുവേ ഈ ജനറേഷനിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് PCOD അഥവാ PCOS. PCOD എന്ന് പറയുമ്പം ഓവറിയിൽ കാണുന്ന ചെറിയ ചെറിയ കുമിളകൾ അഥവാ PCOS എന്ന് പറയുന്നത് അത് സിൻഡ്രോമാണ്. സിൻഡ്രോം എന്ന് പറയുമ്പം പല ഭാഗങ്ങളായിട്ട് രോഗം ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നു. കൂടുതലായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. മെയിൻലി ഇപ്പം പുതിയ ജനറേഷൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാരണം കൊണ്ടാവാം. കാരണം മെയിൻലി ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും പിന്നെ ഇന്നത്തെ സ്ട്രെസ്സ് കുട്ടികളിലാണെങ്കിലും വർക്കിംഗ് വുമൻസിനാണെങ്കിലും അവരുടെ സ്ട്രെസ് ആൻസൈറ്റി കൊണ്ടും വരാം. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ പൊതുവേ ഈ ഒബിസിറ്റി അതായത് അമിതവണ്ണം കാരണം ഹോർമോണൽ ഇംബാലൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു കാരണം വെച്ചാൽ എൻവയറമെൻ്റൽ ഫാക്ടറും പിന്നെ പാരമ്പര്യമായിട്ടും ഈ രോഗങ്ങൾ നമുക്ക് കണ്ടുവരുന്നതാണ്. ലക്ഷണങ്ങൾ മെയിനായിട്ട് കാണുന്നതാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, പിന്നെ പിഗ്മെൻറ്റേഷൻ, അതായത് ഈ കഴുത്ത് ഭാഗത്ത്, കൈമുട്ടിന്, പിന്നെ കക്ഷത്ത് ഒക്കെ ആയിട്ട് അമിതമായിട്ടുള്ള ഈ കറുപ്പ് പാടുകളായിട്ടാണ് ഈ പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് വരുന്നത്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. പിന്നെ ഉള്ളൊരു രോഗലക്ഷണം എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് അഥവാ ഒബിസിറ്റി. ഈ സ്ത്രീകളിൽ കൂടുതലായിട്ട് അമിതവണ്ണമായിട്ട് ഈ കാരണം എന്താ വെച്ചാൽ ഹോർമോൺ വ്യതിയാനം കാരണം കൊണ്ടാണ് ഈ അമിതമായിട്ടുള്ള വണ്ണം വരുന്നത്. പിന്നെ വരുന്ന ഒരു രോഗലക്ഷണമാണ് ഹെയർ ഗ്രോത്ത്, അതായത് ഫേസിലും നെക്ക് ഏരിയയിലും ഒക്കെ ആയിട്ടുള്ള ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് പുരുഷൻ്റെ ഹെയർ ഗ്രോത്തിനെക്കാട്ടും തിന്നായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ആയിരിക്കാം വരുന്നത്. പിന്നെ ഹെയർ ലോസ്, തിന്നിങ് ഓഫ് ഹെയർ, പിന്നെ മൂഡ് ചേഞ്ചസ്, ഫെറ്റീഗ് ആവാം, ക്ഷീണം വരാം. പല സ്ത്രീകൾക്കും പലതായിട്ടാണ് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ചിലവർക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവമായിട്ട് വരാം, ചിലവർക്ക് ഡ്യൂറേഷൻ തെറ്റിയിട്ടായിരിക്കാം വരാം. അതായത് 28 ദിവസത്തെ സൈക്കിള്, അതായത് 30ഉം 42ഉം അങ്ങനെ പല വേരിയേഷനിൽ വരുന്ന സൈക്കിൾ വ്യത്യാസങ്ങളാണ് പല സ്ത്രീകൾക്കും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ താളം തെറ്റിയ ഒരു സൈക്കിൾ അവർക്ക് തന്നെ ഉണ്ടാവില്ല എപ്പോഴാണ് പീരീഡ്സ് വരുന്നത്. അപ്പോൾ ഹോമിയോപ്പതിയിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആ ചികിത്സിച്ച് നമുക്ക് ആ റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് നമുക്ക് കൊണ്ടുവരാം. പൊതുവേ ഇപ്പം സ്ത്രീകൾ കൂടുതൽ കൺസേൺ എന്ന് പറയുന്നത് അവരുടെ സ്കിൻ ചേഞ്ചസ് ആണ്. അതായത് ഇപ്പം OPയിലേക്ക് ഒരു സ്ത്രീ വരികയാണ് PCOD സിംറ്റം ആയിട്ട്, നമുക്ക് ക്ലിനിക്കലി ഒബ്സർവ് ചെയ്യുന്നത് അവരുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ ചേഞ്ചസ് അനുസരിച്ചാണ്. മെയിൻലി ആക്നേസ്, അതായത് നമ്മുടെ ശരീരത്തിൽ മെയിൽ ഹോർമോൺസ് കൂടുമ്പോഴാണ് ഈ സിംറ്റംസ് ഒക്കെ വരുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ആക്നെ ഔട്ട് ബ്രേക്ക് തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെ ഫേസ്, നെക്ക്, ചെസ്റ്റ് ഏരിയ, ബാക്കിൽ ഒക്കെ ഈ ആക്നേസ് നമുക്ക് വിസിബിളായിട്ട് കാണാനുള്ള സാധിക്കും. പിന്നെ ഒന്ന് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് അതിന് പറയുക. അതായത് ബ്ലാക്കിഷ് കളർ ഡിസ്കളറേഷനാണ് നമ്മുടെ സ്കിന്നിൽ, നെക്ക് ഏരിയയിൽ, ആക്സില്ല, എൽബോ ഈ ഒരു ഏരിയയിലൊക്കെ അമിതമായിട്ടുള്ള ഒരു കളർ ചേഞ്ച്, ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് വരുന്നതാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു സംഭവമാണ് ഹെർസ്യൂട്ടിസം. ഹെർസ്യൂട്ടിസം എന്ന് വെച്ചാൽ ഈ അമിതമായിട്ടുള്ള രോമ വളർച്ച. സ്ത്രീകളിൽ പൊതുവെ ഫേസിലൊക്കെ ഈ അമിതമായിട്ടുള്ളൊരു രോമ വളർച്ച ഈ ഒരു ഡിസീസ് കണ്ടീഷനിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓയിലി സ്കിന്നായിരിക്കും ഈ ഒരു ലേഡീസിൽ പൊതുവേ നമുക്ക് കാണാൻ പറ്റുന്നത്.
മെയിനായിട്ട് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ നമ്മുടെ ഫീമെയിൽ ബോഡിയിലേക്ക് കൂടുതലായിട്ടുള്ള ഈ മെയിൽ ഹോർമോൺസ് കാരണം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കൂടുന്നത്. തീർച്ചയായും നമുക്ക് ഈ കണ്ടീഷൻ PCOD അഥവാ PCOS ഹോമിയോപ്പതിയിലൂടെ മാറ്റാൻ പറ്റും. ഈ ലക്ഷണങ്ങളായിട്ട് പേഷ്യൻ്റ് OPയിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ഈ ചികിത്സ തുടങ്ങാവുന്നതാണ്. പിന്നെ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ് റിപ്പോർട്ടുകളും നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ ഡിസീസ് കണ്ടീഷൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഈ പേഷ്യൻറ്റിനെ പഴയ പോലെ രീതിയിൽ തന്നെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സഹായങ്ങളും ഹോമിയോപ്പതിയിൽ ഉണ്ട്. മാത്രമല്ല ഈ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്നതോടുകൂടെ തന്നെ അതിൻ്റേതായിട്ടുള്ള മാനേജ്മെൻറ്റ്, അതായത് ഡയറ്റ് ആയാലും എക്സസൈസ് ആയാലും ഈ PCOD PCOSന് ആവശ്യമാണ്. ഈ ഹോമിയോ ചികിത്സ തുടങ്ങുന്നതിന് ഒപ്പം തന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഡയറ്റും എക്സസൈസും. ഡയറ്റിൽ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ജങ്ക് ഫുഡ്സ് ആയാലും ബേക്കറി ഐറ്റംസ് ആയാലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും നമ്മൾ ഒഴിവാക്കേ മതിയാവുള്ളൂ. മാത്രമല്ല നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ലീഫി വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, ഹൈ റിച്ച് ആയിട്ടുള്ള ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനം. പിന്നെ എക്സസൈസ്, റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസ്. ഓവർ വെയ്റ്റ് ഒബിസിറ്റി വരുന്ന പേഷ്യൻറ്റിന് നമ്മൾ ഡയറ്റും എക്സസൈസും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ്, അതായത് ഓവറായിട്ടുള്ള വെയിറ്റ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എനോവുലേഷൻ എന്ന് പറയുന്നത് ഓവുലേഷൻ കറക്റ്റ് ആവാത്ത ഒരു കണ്ടീഷനാണ് എനോവുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ 2 ഓവറീസിൽ നിന്നും ഓവം കറക്റ്റ് ടൈമിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഓവുലേഷൻ. അത് ഒരു ഹെൽത്തി അല്ലാത്തതും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുമാണ് ഈ എനോവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ദ ക്യൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി ക്ലിനിക്കിൽ കോഴിക്കോട് ഒളവണ്ണയിൽ കൂടാതെ മറ്റ് 9ഓളം ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.